എനിക്കൊരു ആൻസൈറ്റി ഉണ്ട്. എന്നെ പോലും ഈ കോമൺ ആയിട്ടുള്ള ഒരു ആവശ്യമുള്ള സാധനമാണ്. ഇപ്പൊ പിടികിട്ടി. സ്ഥിരം വർഷങ്ങളായിട്ടുള്ള നൈറ്റ് തയ്ക്കുന്ന ആളാണ് മല്ലിക. അടിപൊളിയാണല്ലോ അത്. നമ്മളങ്ങനെ പറമ്പ് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഏഴിലം ബാലയുടെ ഉഗ്രൻ ഫ്രെയിമിൽ അമ്മ. പ്രതീക്ഷയ്ക്ക് മങ്ങല ഏൽക്കാതിരിക്കട്ടെ. ഞാൻ പാലമര ചുവട്ടിലാണെങ്കിലും കണ്ണ് കശുമാവേല ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ തിന്നുന്നത് മനുഷ്യരല്ല. അപ്പുളിയില്ലേ കപ്പയുടെ ചമ്മന്തിപ്പുളി. നിങ്ങളെന്താ വെളാമീൻ എപ്പോഴും കാണിക്കണേന്ന് പലർക്കും വീഡിയോസിൽ തോന്നാറുണ്ടോ? ഒരു മഴയുള്ള ദിവസത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. മഴയുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് മൂടിക്കെട്ടിയാ നിൽക്കണേ. ഇടയ്ക്ക് ചാറുന്നുണ്ടെന്നും അമ്മ പറഞ്ഞു അല്ലേ? പൊടിമഴയുണ്ട്. അപ്പോൾ ശക്തമായ മഴ പല സമയത്തും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നല്ല എരിവുള്ള ഒരു ആഹാരമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. എരിവ് അധികമൊന്നും ഇല്ല കേട്ടോ. കുറച്ച് സ്പൈസി ആയിട്ട് നമുക്ക് കരുതാം, അത്രേ ഉള്ളൂ. അപ്പം ഇത് കഴിക്കട്ടെ ആദ്യം. ഒരു കൊറിയർ ഇന്നലെ വൈകുന്നേരം വന്നു. കൊറിയർ വന്നു, ആമസോണാണ്. എന്നാന്ന് ഞാൻ നോക്കില്ല. കൊറിയർ എപ്പോഴും വരുമ്പോൾ ഇവക്കടെ സാധനങ്ങളായിരിക്കും ഭൂരിഭാഗം. അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യാറില്ല. ഇത് വന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവള് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണെന്ന് പറഞ്ഞു. അപ്പൊ അവക്കടെ അല്ല, കോമൺ ആയിട്ട് എല്ലാവർക്കും ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഏതായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നാന്ന് എനിക്കൊരു ആൻസൈറ്റി ഉണ്ട്. എന്നെ പോലും ഈ കോമൺ ആയിട്ടുള്ള ഒരു ആവശ്യമുള്ള സാധനമാണ്. എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്തത്. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇത് മേടിക്കണം എന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ഓർഡർ ചെയ്തതാ. അത് ഏതായാലും ഇനിയിപ്പോ ആൻസൈറ്റി വെച്ചോണ്ടിരിക്കേണ്ട ഉടനെ തന്നെ അങ്ങ് കട്ട് ചെയ്യാം. ആൻസൈറ്റി കിൽസ്. അതെ, അതുകൊണ്ട് നമുക്ക് വേഗം കട്ട് ചെയ്യാം. കേട്ടോ. അതെന്തായാലും ഇഷ്ടമുള്ളൊരു സാധനം, നല്ല ഷേപ്പൊക്കെ ഉള്ളൊരു സാധനം അല്ല. ഇനിയിപ്പോ അറിയാലോ എന്താന്ന്. തുറക്കട്ടെ. ബോക്സ് തുറന്നോ. പാക്കിംഗ് മറ്റ് വലിയ മനോഹരമാണ്. ഹാൻഡിൽ വിത്ത് കെയർ ആണോ? അത്യാവശ്യമൊക്കെ, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പിടികിട്ടി. ഇത് രണ്ടെണ്ണം ഞാൻ നശിപ്പിച്ചതാ. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് വന്നല്ലോ. ലോക്കലായിരിക്കാം. അത് അതിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കണം. ഓരോന്ന് ഇങ്ങനെ എടുക്കണമല്ലേ? ഓ, അങ്ങനെ മറ്റേതുപോലെയല്ല. ഇങ്ങനത്തെയാണ് മോനൂട്ടന്റെ. ഓരോന്ന് അടർത്തി എടുക്കണം. ഓ, ഇത് ഇങ്ങനെയല്ലേ? എനിക്ക് മനസ്സിലായി. അങ്ങനെ വെക്കണം. അങ്ങനെയല്ല, മറ്റേ രീതിയിലാ അമ്മ കാണിച്ച പോലെ തന്നെ. ഇങ്ങനെയാണോ? ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കണേ. അതല്ലേ? മുഴുവൻ ഇറങ്ങൂലായിരിക്കും. മുഴുവൻ ഇറങ്ങില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓ, ഇത് നല്ല സാധനം കേട്ടോ. ഷേപ്പ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാ. നല്ല സാധനം. അന്നത്തെ മോൾഡിൽ ഞാൻ വെച്ച ഏതാണ്ട് ഒരു പരിവാക്കി കൊടുത്തു. അത് നമ്മൾ ഒരുപാട് ഉപയോഗിച്ചു. എന്നാലും അത് കളയേണ്ട സമയം ആയില്ലായിരുന്നു. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം പോയി. അല്ല, അത് പിന്നെ സാരമില്ല. ഒത്തിരി നമ്മൾ പിന്നെ ഇങ്ങനെ ഇതാവുമ്പോഴേ അത് ഈ വിലയില്ലല്ലോ, പെട്ടെന്ന് പോകും. പ്ലാസ്റ്റിക് എന്തോ മെറ്റീരിയൽ അല്ലേ ഇത്? ഫുഡ് ഗ്രേഡ് ആണ്, ഫുഡ് സേഫ് ആണ്. പ്ലാസ്റ്റിക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒടിയണ ടൈപ്പ് ആണല്ലോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ കൊള്ളാം. ഇനിയിപ്പോ വേനൽക്കാലം കഴിഞ്ഞു, എങ്കിലും മഴ കഴിയുമ്പോ തുടങ്ങാം ഇതിന്റെ പരിപാടി അല്ലേ? അപ്പൊ നല്ല സാധനം കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നല്ല ജ്യൂസ് ആക്കി വെക്കാം. ടാങ് വരെ ജ്യൂസ് ആക്കി വെക്കാം. എടി, ഇതിന്റെ അടയിലെങ്ങനെയാടി? അങ്ങനെ തന്നെ അടയ്ക്കണേ. ലോക്കില്ലാന്ന് തോന്നുന്നു. ഇല്ല, മറ്റേതിൽ ലോക്ക് ഉണ്ടായിരുന്നു. അതായത് തമ്മിലുള്ള വ്യത്യാസം. റിവ്യൂ എങ്ങനെയാ ഇതിന്റെ? നല്ല റിവ്യൂ ഉണ്ട്. ഉണ്ടല്ലേ? ഓ, അപ്പേ ഇച്ചിരി വെള്ളം വെച്ച് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ എടുത്തതാ. ഇത് ഓൾറെഡി ഇന്നലെ തയ്ച്ച് കിട്ടിയതാട്ടോ. അതെ. 2-3 എണ്ണം മെറ്റീരിയൽ നിങ്ങൾ കണ്ടായിരുന്നു നൈറ്റിയുടെ. അപ്പൊ അത് ഒരെണ്ണം ഇന്നലെ തയ്ച്ചു കൊണ്ടുവന്നു. അപ്പം മേടിച്ചോണ്ട് വന്നു. പുള്ളിക്കാരി പറഞ്ഞു ഒരെണ്ണം റെഡി ആക്കിയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തുണിയാണ് ആ ഷോപ്പിൽ നിന്ന് ഞാൻ മേടിച്ചത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. 3 എണ്ണം എടുത്തതിൽ ഒരെണ്ണമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. 2 എണ്ണം അത്ര ഇഷ്ടമായിട്ട് മേടിച്ചതല്ല. കോട്ടൺ മെറ്റീരിയൽ, പ്യുവർ കോട്ടൺ, കട്ടിയുള്ള മെറ്റീരിയൽ വേറെ ഇല്ലായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഇപ്പം എല്ലാവരും ബിസിലിസിയാണ് ഉപയോഗിക്കുന്നത്. ഇവയൊക്കെ കോട്ടൺ. എനിക്ക് ബിസിലിസി പറ്റൂല, ചൂട് ഭയങ്കര അല്ലേ. ഈ മഴ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലെങ്കിലും ഞാൻ ബിസിലിസി ഇടാറില്ല കേട്ടോ. പ്യുവർ കോട്ടൺ തന്നെ. നിങ്ങൾക്ക് ഇതിനോട് അത് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഒരെണ്ണം തയ്ച്ച് കിട്ടിയത് നിങ്ങളെ ഒന്ന് കാണിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ ആദ്യം തയ്ച്ചു തന്നോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി അതനുസരിച്ച് തയ്ച്ചിട്ടുണ്ട്. അത് ഓർഡിനറി സ്റ്റിച്ചിങ്. എൻ്റെ സ്ഥിരം വർഷങ്ങളായിട്ടുള്ള നൈറ്റ് തയ്ക്കുന്ന ആളാണ് മല്ലിക.
കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അതിന്റെ പൈപ്പിംഗ് നന്നായിട്ടുണ്ട്. ബ്ലൂ വെക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു, വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അകത്തെ ലൈനിങ് വെക്കുമ്പോ എല്ലാത്തിനും വൈറ്റ് കയറി പിടിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ വൈറ്റ് ആകുമ്പോ പെട്ടെന്ന് ഡള്ളാവും ബാക്ക് സൈഡ്. ഇതേ എല്ലാത്തിനും വൈറ്റാ വെക്കാൻ പറയാറ്, വെക്കുവും പതിവ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി കളയുടെ തുണി ഇങ്ങനെ തരുമ്പോ അതിന് ചേരണ കളർ തുണി പൈപ്പ് ലൈനിങ് വെച്ചോളാം. ഈ ബാക്ക് സൈഡ് പെട്ടെന്ന് ചൗളൂല്ലേ ഇങ്ങനെ വേർപ്പെടുത്താന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു പിങ്കിനാണെങ്കിൽ പിങ്ക്, റെഡ് ഷെയ്ഡുള്ളവരാണെങ്കിൽ റെഡ്, പീച്ചാണെങ്കിൽ പീച്ച് നിറം വെച്ചോളാൻ പറഞ്ഞു. മറ്റേന് പീച്ചായിരിക്കും വെക്കണത്. ഒരെണ്ണം തയ്ച്ച് കിട്ടി, നിങ്ങളെ ഒന്ന് കാണിക്കണാണതേ. ഒന്നും കാണിക്കാനില്ല, ഓർഡിനറി സ്റ്റിച്ചിങ് മാത്രം. ചിലര് പറയും നൈറ്റി, പലരും പറയാറുണ്ട് നല്ല സ്റ്റിച്ചിങ് ആണ്. ചിലര് പറയും പഴയ പാറ്റേൺ ആണ്. എനിക്ക് അതാ ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്നതാട്ടോ ഞാൻ പറയണത്. അപ്പൊ എനിക്ക് മറ്റു വർക്കുകളൊന്നും വേണ്ട, ലേസും പൈപ്പിങ്ങും മാത്രം മതി എന്ന് ഞാൻ പറയും. ചിലതില് ലേസ് വെക്കും, ചിലതില് പൈപ്പിംഗ് വെക്കും. സൈഡിൽ ഒരു പോക്കറ്റിംഗ് ആണ്. അടിപൊളിയാണല്ലോ അത്. കാരണം പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഫോണിടാം, ഫോൺ അതിന്റെ മുകളിൽ കൂടെ താഴെ വീഴരുത്, ഒരിക്കലും പോരൂല. ഫോണിട്ടാ പുറത്തേക്ക് നടക്കൂളൂ. കാരണം എന്നാന്ന് വെച്ചാൽ അപ്പം എല്ലാം പുറത്ത് പോയിക്കണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് വിളിക്കുമ്പോ ഞാൻ പറമ്പിൽ നടക്കുവാണെങ്കിൽ അറിയില്ലല്ലോ. അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. പോക്കറ്റില് നല്ല കോട്ടൺ ആട്ടോ അത്. നല്ല കോട്ടൺ അല്ല, വെട്ടുകാട്ടിന് ഇത് പിടിക്കാതെ തന്നെ അറിയാം നമുക്ക് നല്ല കോട്ടനാണ്. 120 ആന്ന് തോന്നുന്നു. ഒരു ദിവസം നമുക്ക് അവിടെ പോയിട്ട് നൈറ്റി പർച്ചേസ് ചെയ്യണ ഷൂട്ട് ചെയ്യാം. തുണി ഇനി മഴ പിടിക്കുമ്പോ പോക്കിച്ചിരി കുറയും. പോണ സമയത്ത് പിടിക്കാം. അതെ, പോണ സമയത്ത് പിടിക്കാം. ഇഷ്ടംപോലെ മെറ്റീരിയൽ ഉണ്ട്. ഇത്തവണ ചെന്നപ്പോഴേ ഉള്ള മെറ്റീരിയൽ തന്നെയാ കൂടുതലും ഇരിക്കുന്നത്. പിന്നെ കോട്ടൺ ഉണ്ട്, പക്ഷെ കട്ടി കുറവ്. എനിക്ക് കട്ടി കുറഞ്ഞത് ഇഷ്ടമല്ല, ഇച്ചിരി കട്ടി വേണം. റേറ്റ് വരും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, കട്ടി വേണം. തുണിക്കാകുമ്പോ പ്രത്യേകിച്ച് നമ്മള് വീട്ടിലിട്ടോണ്ട് നടക്കണ ഇതല്ലേ, നിഴലടിക്കുന്ന തുണിയൊന്നും കൊള്ളില്ല. അപ്പൊ അതെ അടിപൊളി. ഇനി പുതിയ വീഡിയോ ഷൂട്ടിൽ ഇത് കാണാം. കിടിലായിട്ടുണ്ട്. 44 ഇഞ്ചിന്റെ ആണെങ്കിൽ 3.25 എടുക്കും. 36 ഇഞ്ചാണെങ്കിൽ 3.5 എടുക്കും. എന്നാലാണ് ഇതുപോലെ ചുരുക്കം. ബാക്കിലെ കണ്ടോ, ഫ്രണ്ടിലെ കണ്ടോ ചുരുക്കം. പിന്നെ ഇത് ലെങ്ത് നല്ലോണം ചുരുക്കുണ്ട്. പിന്നെ 2 കഴിയുമ്പോഴത്തേക്ക് ഇറക്കം കുറച്ച് കുറയും കേട്ടോ. അപ്പൊ ഫുൾ ലെങ്ത് അങ്ങ് ഇട്ടാക്കാൻ പറയും. കണ്ടു അടിപൊളി. നീ ഇതിന്ന് തൊട്ടായിരിക്കും ഒരു ഷൂട്ട് നമ്മൾ ചെയ്യാൻ പോണേ. ഏതെങ്കിലും ഒരു ഷൂട്ടിന് ഇതിട്ട് നിങ്ങളെ കാണിക്കാം. അതെ. അമ്മ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കണെന്ന് അറിയോ? കൽച്ചട്ടി മയക്കണത് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ. പറയണമെന്നില്ല, നമുക്ക് കാണിക്കാം, അതായിരിക്കും നല്ലത്. കാരണം കാണിക്കുന്നതാണ് അവർക്ക് താല്പര്യം. കാണിക്കണമല്ലോ, നീ സമയം തെറ്റിക്കണ്ട. ചെയ്യാം, വെയിലത്ത് വെച്ച് ഉണക്കണം. അമ്മ കൽച്ചട്ടി സീസൺ ചെയ്തപ്പോ അതിനകത്ത് മഞ്ഞൾക്കറ പറ്റി. കറയെന്ന് പറയരുത്, മഞ്ഞൾപ്പൊടി വീഴും. ഞാൻ അപ്പൊ തന്നെ കഴുകണത്, അല്ലെങ്കിൽ പിന്നെ പിടിച്ചിരുന്നാ പോവാൻ വിഷമാവും. സോപ്പിട്ട് കഴുകണം. പോയി ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ഒരു പാട് വന്നല്ലോ, അതുകൊണ്ടാണ് ഞാനത് കറയെന്ന് ഉദ്ദേശിച്ചത്. കറയല്ല അല്ലേ മഞ്ഞള്. അപ്പത്തെ ഉണങ്ങി പിടിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. വേറെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. താഴെ ഇത് ചെയ്യുമ്പോ ശരിക്കും പഴയ നൈറ്റിട്ട് ചെയ്യുമോ നല്ല. ഇതിലേക്ക് മുഴുവൻ വീഴുമല്ലേ. ആദ്യം ചെയ്തപ്പോൾ മനസ്സിലായി ഇനിയിപ്പോ അങ്ങനെ പടർന്നു. നല്ല നൈറ്റിയുവാ. അല്ല കറയൊന്നുമില്ല, അത് കഴിയ പോ. ചെലപ്പോ അതായിരിക്കും കേട്ടോ. നമ്മളല്ലാതെ നോക്കിയപ്പോ അത്ര ഒന്നും കണ്ടില്ല. പോകും. വെറുതെ ഒരു വേല പണിക്ക് 2 വേല പണി. തെറിക്ക് മേത്തേക്ക് പിടിച്ചാ മതി. മറിച്ചിട്ടേ കളർ ഫെയ്ഡ് ആവാതെ എപ്പോഴും മറിച്ചിടണമെന്നല്ലേ. വെയിലത്തിടണ്ട, വെയിലില്ലെങ്കിൽ പുളിയൊക്കെ പൂത്തല്ലോ, വാളംപുളി. ഈ കാക്കി ഒന്നും മിണ്ടാണ്ടിരിക്കാവോ?
നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോഴേ മീനിട്ട് വല്ലോ ഓർത്തായിരിക്കും. ശരിയാട്ടോ, മനസ്സിലായിട്ടുണ്ടാവും അതിന്. ഒന്ന് മിണ്ടാണ്ടിരിക്കും കാക്കേ. അപ്പൊ ദേ നിങ്ങളെ നേരത്തെ ഒന്ന് കാണിച്ചു. 1.5 ആഴ്ചയായോളൂ ഇട്ടിട്ട്. മാങ്ങ കല്ലുപ്പിട്ട് സ്വല്പം ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പുമാങ്ങയായിട്ട് ഇട്ടതാണ്. ഇത് നാച്ചുറൽ ആയിട്ടിടുന്ന ഉപ്പുമാങ്ങയല്ല. നാച്ചുറൽ ആയിട്ട് ഇടുവാണെങ്കിൽ നമ്മൾ ചൂടുവെള്ളം അതിൽ ഒഴിക്കൂല. ചൂടുവെള്ളം അല്ല, പച്ചവെള്ളത്തിന്റെ തണുപ്പ് മാറ്റി ചൂടാക്കി വെച്ച് അത് തണുത്തതിന് ശേഷം കുപ്പിയിൽ ഒഴിക്കും. അതെന്തിനാന്ന് വെച്ച് ഇവിടുത്തെ അമ്മച്ചി എപ്പോഴും കാണിക്കുന്ന ഒരു മാർഗം ഞാൻ കണ്ടേക്കണം കേട്ടോ. അങ്ങനെ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഇത് മെൽറ്റായി വരാൻ ഉപയോഗിക്കാൻ വേണ്ടി. അപ്പൊ ഞാനും മുളന്തുരുത്തിക്ക് പോയപ്പോ നല്ല മാങ്ങ കണ്ടു എന്നും പറഞ്ഞ് 1 kg മേടിച്ചു മുളന്തുരുത്തി ജംഗ്ഷനിൽ നിന്ന്. പക്ഷെ തിരിച്ചു വന്നപ്പോ നല്ല സ്മെല്ലും ഞെട്ടിനും നല്ല ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് പോയി നോക്കിക്കേന്ന് പറഞ്ഞ് ചെന്നപ്പോ ഇല്ലേ, ആ കച്ചവടക്കാരെ അവിടെ ഇല്ല. മാങ്ങ ഫുൾ തീർന്നു പോയി. കാരണം നല്ല നാട്ടുമാങ്ങയായിരുന്നു. അപ്പൊ ഞാൻ കഷ്ടി 1.25 ആഴ്ച 2 ആഴ്ച തികയണുള്ളൂ കേട്ടോ ഇത് ഇട്ടിട്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഫോം എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. അതാ ചൂടുവെള്ളം പച്ചവെള്ളം ചൂടാക്കി വെച്ച് അതിന്റെ ചൂട് മാറിക്കഴിഞ്ഞ് ഉപ്പും അതിന്റെ കൂടെ ഇട്ടേച്ച് ഒഴിച്ചത് കൊണ്ടാണ് ഇത് മെൽറ്റായി വന്നേക്കണേ. നാച്ചുറൽ ആയിട്ട് ഇടുവാണെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടിടുവാണെങ്കിൽ ഒരു 5-6 മാസം പിടിച്ചിട്ടേ സോഫ്റ്റ് ആയി വരുള്ളൂ. നല്ല മണം. ആ മണത്തെ അതാ നാട്ടുമാങ്ങയുടെ മണം. ആ അടപ്പ് തുറക്കുമ്പോഴേ മണം. പെട്ടെന്ന് നാട്ടുമാവിൻ പറമ്പിലേക്ക് പോയ പോലെ. അപ്പൊ ഞാൻ പറഞ്ഞ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോഴേ എടുക്കുവാണോ? അല്ല, കാണിക്കാനാ. കാണിച്ചു തരാം. ആ പതുപതൂന്നായി അത്. അതാ വെള്ളം ഒഴിച്ചത് കൊണ്ടാ. നല്ല മണം. ആ ഞെട്ട് ഞാൻ കളഞ്ഞേച്ച് കണ്ണിമാങ്ങിയിടും പോലെ ഇച്ചിരി ചെനപ്പോട് കൂടി ഇട്ടേങ്ങളെ ചെനപ്പ് മണം കിട്ടാൻ വേണ്ടി. എന്തായാലും മേടിച്ച് മാങ്ങയല്ലേ, ഫസ്റ്റ് ടൈം ഇങ്ങനെ ചെയ്യണതല്ലേ. മാങ്ങ എങ്ങനെയുണ്ടെന്നും എന്താന്നും അറിയില്ലല്ലോ. ആ ഉപ്പുമാങ്ങ ഇടുന്ന അവിടത്തെ ചേട്ടനെ വിളിച്ചപ്പോ ഇത്തവണ ചേട്ടൻ മാങ്ങ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. വിളിച്ചിട്ടുണ്ടായിരുന്നു നാളപ്പ ബിജു. ഓക്കെ ഓക്കെ. പടവലങ്ങ ഇന്ന് ക്യാരറ്റ് ഇല്ല, കടച്ചക്ക വായില്ല. എന്നാ കടച്ചക്ക വെച്ചാ മതിയായിരുന്നല്ലോ ടിഫിനില് കടച്ചക്കയാ. ആണോ? ഞങ്ങൾക്ക് കൂട്ടാൻ വേണം കറി. എനിക്കേ ഈ മീൻ മാത്രം കൂട്ടിയെന്ന് ഞാൻ ഉണ്ണൂല. ഉലർത്തുകറി വേണം, ഒരു തോരനോ ഉലർത്ത് എന്തെങ്കിലും ഉലർത്തായാലും മതി, മെഴുക്കുവരട്ടി പോലെയുള്ളതേ. അപ്പൊ അതേ പടവലങ്ങ, സവോള, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. സ്വല്പം ഉപ്പും സ്വല്പം വെള്ളം മതി. പടവലങ്ങന്ന് വെള്ളം ഇറങ്ങും. വേവിച്ചിട്ട് തേങ്ങയിട്ട് തോരൻ. ഓൾറെഡി ഫുൾ വീഡിയോ കാണണമെങ്കിൽ പടവലങ്ങ തോരന്റെ വീഡിയോ ഉണ്ട്, പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാം കേട്ടോ. ഇപ്പൊ 12:15 ഇന്ന് രാവിലെ മുതൽ ഓരോ ഷൂട്ട് നടക്കണോണ്ടേ ഉച്ചത്തേക്കുള്ള കറി ആക്കട്ടെ. ഇനി ഫൈനൽ ഫോം കാണിക്കാം, വിളമ്പുമ്പോ കാണിക്കാം. ഓക്കെ, ബൈ ബൈ. പടവലങ്ങ അതെ ഫൈനൽ ഫോം. ശരിക്കും തേങ്ങയില്ലേ ഒതുക്കിയൊക്കെ തോരനുണ്ടാക്കണ നല്ലത്. പക്ഷെ ഞാനിപ്പോ എളുപ്പവഴിയിലാട്ടോ തേങ്ങയൊന്നും ഒതുക്കില്ല. പക്ഷേ കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിലേക്ക് മൂപ്പിച്ച് വലിയൊരു ടേസ്റ്റ് കിട്ടുന്നില്ല. വേപ്പിൽ എടുത്തോണ്ട് തന്നെ വേപ്പിൽ പറിച്ചെല്ലാം തീർന്നു. ഉച്ചത്തെ ലഞ്ച് റെഡിയായി തുടങ്ങി. എനിക്ക് സ്പെഷ്യൽ ആട്ടോ ടിഫിൻ ബോക്സ് ലഞ്ചാണ്. പണ്ട് സ്കൂളിൽ കൊണ്ടുപോയ ഓർമ്മയ്ക്കായിട്ട്. ഓക്കെ. ഉദ്ദേശമൊന്നുമില്ല. നമ്മുടെ ഈ കശുമാവില്ലേ ഇതുപോലെ ശൂന്യമായിട്ട് നിൽപ്പുണ്ട്. ഇപ്പൊ പൂ പോലും ഇല്ല. ഇതിലൊന്നും നോക്കട്ടെ കേട്ടോ. ഇതിലില്ല. ഞാനും വരാം. ഞാനിവിടെ ഇരിക്കണ കണ്ടോ, ഫാനൊക്കെ വെച്ചിട്ട് സെറ്റപ്പായിട്ട് ഇരിക്കണേ. ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ വരുവാ. ഞാൻ വരുവാ. നമ്മളങ്ങനെ പറമ്പ് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. ദേ ഇത് കണ്ടോ, നമ്മുടെ കണിക്കൊന്നയാണ് കേട്ടോ അത്. അടുത്ത വർഷം എന്തായാലും ഇത് പൂടും, ഉറപ്പാ. ഇത് പൂടും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അടുത്ത വർഷം എത്ര വർഷം കഴിയുമ്പോഴാ കണിക്കൊന്ന പൂടണേന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലൊന്ന് പറയണേ. തയ്യായിട്ട് മേടിച്ചതല്ലേ? അതെ 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 അതെ.
ഇതിപ്പോൾ നമുക്ക് കുറേ ആയി. കുഞ്ഞ് തൈയായിട്ട് മേടിച്ചതാ. അതിലേ വാ, എൻ്റെ പുറകെ പോരെ. ഈ കുറ്റിയുണ്ട് കേട്ടോ, വെട്ടിട്ടേക്കണം. ഇതാണ് നമ്മുടെ പാലമരം, ഏഴിലം പാല. ഏഴിലം പാല ഈടെ ഫ്രെയിമിൽ അമ്മ കണ്ടോ, സോ ബിഗ്. ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു കാടായത് കണ്ട്, പക്ഷെ ഇപ്പൊ കാടൊക്കെ അപ്പം വെട്ടിത്തെളിച്ചു, അതുകൊണ്ടാണ് ഇറങ്ങിയത്. ഇങ്ങനെ നോക്കിയേ, കൈ മാറ്റി ഏഹേ. ഏഴിലം പാലയുടെ ഉഗ്രൻ ഫ്രെയിമിൽ അമ്മ. ഏഴിലം പാല കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതിനു മുമ്പ്? കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ക്ലിപ്പിംഗ് തരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൻ്റെ ഒരു തണ്ടിന് 7 ഇലകളുണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് ഏഴിലം പാല എന്ന് പറയുന്നത്. അത് കളയണ്ടെന്നേ, അവിടെ നിന്നോട്ടെ. ഈ പാലയ്ക്കൊരു പ്രത്യേക കഥയുണ്ട്. എന്താണെന്നറിയോ? അതല്ല, ഈ പാല കുഞ്ഞായിരുന്നപ്പോൾ അമ്മച്ചി പലതവണ, അതായത് എൻ്റെ ഗ്രാൻഡ് മദർ പലതവണ ഇത് ഒടിച്ചു കളഞ്ഞ്, എന്നിട്ട് വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി കിളിർത്ത് വന്നതാ. അതെ 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 അതെ. ഇതിന്റെ ഇല ഇവിടെ എങ്ങാനും ഉണ്ടോ നോക്കട്ടെ കാണിക്കാൻ. അതെ 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 അതെ, 7 ഇലകൾ. ഇതിന്റെ മുകളിലൊന്നും കിളികളൊന്നും കൂട് കൂട്ടിയിട്ടില്ല അല്ലേ? ഓ, കൂടില്ല. ഞാൻ പാലമര ചുവട്ടിലാണെങ്കിലും കണ്ണ് കശുമാവേലേക്ക്. വർഷങ്ങളായിട്ട് നിൽക്കണ തന്നെ കിളത്ത കശുമാവാ. ഉള്ളപ്പോ കശുമാവുകൾ ഇഷ്ടം പോലെ പറമ്പിലുണ്ടായിരുന്നു. അതെന്തോ ഇങ്ങനെ തന്നെ വീണ് കിളുക്കുകയാന്ന് തോന്നുന്നു. കശുവണ്ടി ഉണ്ടായി കിളുത്ത് 2 കശുമാവ് ഉണ്ടായിരുന്നു. ഓർക്കുണ്ടോ അപ്പുറത്തെ തിട്ടയിൽ നിന്നത്? കാറ്റത്ത് ഇങ്ങനെ മഴയും കാറ്റും വന്നപ്പോ പെടർന്ന് വീണ് കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞപ്പോ ആരോ ചോദിച്ചപ്പോ വെട്ടി വിറകിനെടുത്തോളാൻ പറഞ്ഞു, ഫ്രീ ആയിട്ട് കൊടുത്തോളാൻ പറഞ്ഞു അടുത്തുള്ള ആർക്കോ. പിന്നെ ഒരെണ്ണം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവളെ എല്ലാ കൊല്ലവും വന്ന് നോക്കും ഇതിൽ പൂ ഉണ്ടാവുന്നുണ്ടോ കായ ഉണ്ടാവുന്നുണ്ടോ എന്ന്. ഇന്നേ വരെ ഇത് പുഷ്പിച്ചിട്ടില്ല, പക്ഷെ നല്ല വലിപ്പമുണ്ട് അല്ലേ? കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കണതാണ്. ഇതെന്താ പുഷ്പിക്കാത്തതെന്ന് അറിയില്ല. ഇനി എന്തെങ്കിലും ഒരു മരുന്നുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരിക പുഷ്പിക്കാൻ. എന്നിട്ട് ഒരു കശുമാങ്ങയെങ്കിലും ഉണ്ടായി ഒന്ന് കാണണമെന്നുണ്ട് ആഗ്രഹം അതിനു വേണ്ടി. പിന്നെ ഒരു ബഡ് കശുമാവ് അപ്പുറം മുൻവശത്ത് മേടിച്ച് ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. അത് പക്ഷെ അധികം പൊക്കം വയ്ക്കൂലായിരിക്കും. ഇത് നാടൻ കശുമാവ് തന്നെ കിളിർക്കുക. അതെ, കശുമാവിന്റെ പടം ഒന്ന് കാണിച്ചു. അപ്പടി ഇങ്ങനെ വയറൊക്കെ കയറി കിടക്കുമായിരുന്നു. എത്ര വർഷം പഴക്കമുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഒരു മിനിമം ഒരു 50 വർഷം എന്തായാലും പഴക്കമുണ്ട്. അപ്പച്ചൻ നട്ട മാവുകളാണ് ഈ പറമ്പിലുള്ള വലിയ മാവുകളെല്ലാം. പിന്നെ പപ്പയായിട്ട് നട്ട മാവുകൾ 3 നീലമാവ്, പിന്നെ മൾഗോവ, പിന്നെ അൽഫോൻസി ഉണ്ട് അല്ലേ, പ്രിയോര്, വേറെ ഏതാണ്ടൊക്കെ നീ മേടിച്ചോണ്ട് വന്നല്ലോ. ഏതാണ്ടൊക്കെ കുറച്ച് നട്ടിട്ടുണ്ട്. തൈമാവുകളാണ്. അതിൽ നീലം മാത്രം 2 കൊല്ലം മുമ്പ് ഒന്ന് കാച്ചു കേട്ടോ. മൾഗോവയും ചന്ദ്രക്കാരും ഇതൊന്നും കാച്ചിട്ടില്ല കേട്ടോ. പിന്നെ പ്രിയോര് കുറെ മാവുകൾ വേറെ നട്ടിട്ടുണ്ട്. ഈ മാവ് പിന്നെ അതിനു മുമ്പുള്ള എല്ലാ മാവുകളും അപ്പച്ചൻ നട്ടേക്കണത് ഈ പറമ്പില്. അത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയാണെങ്കിലും ഒരു 50 വർഷം പഴക്കം ഉണ്ടായിരിക്കാം. ആ മാവുകളൊക്കെ ഇരിങ്ങാലക്കുടയിലെ ചാച്ചനെ കണ്ട് തൃശ്ശൂരിന്ന് അപ്പച്ചൻ മേടിപ്പിച്ചതാണെന്നാണ് എൻ്റെ അറിവ്. എന്നിട്ട് ആ മാവുകൾ കൊണ്ടുവന്ന് നട്ട് കായ്ഫലങ്ങളുണ്ടായി. ഒട്ടുമാവുകളായിരുന്നെല്ലാം. അതങ്ങ് പൊങ്ങിപ്പോയി. ഈ നിൽക്കണ മാവ്, മുറ്റത്തിന് പുറത്ത് നിൽക്കണ മാവ് അൽഫോൻസ മാവാണ്. ആ മാവിൻ്റെ ഒരു ദൂഷ്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ നമ്പർ 1 എല്ലാവർക്കും അറിയാം. അൽഫോൻസേനെ പറ്റി അറിയാവുന്നവർക്ക് പുഴുക്കേടുണ്ടെന്നുള്ളതും അറിയാം. പക്ഷേ ഈ മാവിൻ്റെ വർഷം പഴകും തോറും ഓരോ കമ്പുകൾ ഇങ്ങനെ ദ്രവിച്ച് ഒടുങ്ങി ഞാൻ വീഴും. അതിന്റെ പണ്ട് നിന്റെ ചെറുപ്പത്തിലെ ഊഞ്ഞാല് കെട്ടിയതാ മാവേല്. കാറ്റ് വന്നപ്പോ നല്ല ഭംഗി. അപ്പൊ ആ മരത്തിന്റെ ഇപ്പൊ കാർഷെഡിന്റെ അങ്ങോട്ടുള്ള കമ്പിന് ഡാമേജ് ആയതുകൊണ്ട് അതെല്ലാം മുറിപ്പിച്ച് മാറ്റി. ഇങ്ങോട്ടുള്ളതെല്ലാം
ഒടിഞ്ഞ് വീണ് പോണതാണ്. ഇനി ഒരു തായ്ക്കൊമ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വെട്ടി കൊടുക്കാനൊരു താല്പര്യക്കുറവ് കാരണം അത് ഇങ്ങനെ കൊമ്പുകൾ വീണ് പോകുന്നവരങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയേക്കുക. വെട്ടി കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പൊ മാക്സിമം നിൽക്കാവുന്നത് നിൽക്കട്ടെ. മാങ്ങ ഉണ്ടാവണില്ലെങ്കിൽ ഒരു മെമ്മറി. അപ്പൊ അൽഫോൻസ, സേലം, പോളച്ചിറ, കിളിച്ചുണ്ടൻ, മൂവാണ്ടൻ, പ്രിയോര്, പിന്നെ ഒരു പച്ച നീളത്തിലുള്ള മാങ്ങ ഉണ്ടായിരുന്നു. എൻ്റെ ദൈവം മാവൊക്കെ ഉണങ്ങിപ്പോയി. ഇങ്ങനെ കുറേ മാവുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പം കാലഹരണപ്പെട്ട് എല്ലാത്തിലും കായ്ഫല ഇല്ല. ഇനി മൂവാണ്ടനയിൽ മാത്രം കുറച്ച് മാങ്ങയുണ്ട്. അവിടെ നിൽപ്പുണ്ട്. ഇനിയിപ്പം കുറച്ച് തൈമാവ് വെച്ചേക്കണതൊക്കെ കാച്ചു വന്ന നീലം കാച്ചെങ്കിലും പുഴുവായിരുന്നു. കൊല്ലം ഉണ്ടായിട്ടില്ല. അപ്പം ഇനി തൈമാവുകളൊക്കെ കാച്ചു വരുമ്പോൾ മാങ്ങയാകും. പിന്നെ ഒരു 1-2 നാട്ടുമാവനുണ്ട്. ഇത് അവിടെ ഓർക്കണ്ട, ഒരു ഭയങ്കര മണമുള്ള മാങ്ങ. കാടുവെട്ടത്തിലേക്ക് കാണിക്കാതെ അവിടെ ഇവിടെ ഈ ഭാഗത്തായിട്ട് അതിങ്ങനെ കടും മധുര. അത് പച്ചാളത്തെ എൽസി ചേച്ചിയുടെ അവിടെ എന്തോ ജോയി വലിയേട്ടനെ കൊണ്ട് എന്തോ മേടിപ്പിച്ചാന്ന് അപ്പ പറയാറുണ്ട്. എനിക്കറിയില്ല അങ്ങനെ എന്തോ. അത് കടും കടുക്കാച്ചി മാങ്ങ പോലെ ഇത്ര കടും മധുര. പുളിയേ ഇല്ല ആ മാങ്ങയ്ക്ക്. ഈ നിൽക്കുന്നത് ഒരു തേക്കാണ് കേട്ടോ. തേക്ക് ഒരുപാടുണ്ട് പറമ്പിൽ. അത് നമ്മളായിട്ട് നട്ടത് കൊണ്ട് അമ്മച്ചിയായിട്ട് നട്ടത് ഒരുപാടുണ്ട് പറമ്പിൽ തേക്ക്. ഒത്തിരി തേക്കുണ്ട്. വലിയ തേക്കുകൾ ഒരു 8-10 ഉണ്ട് ഓൾറെഡി. അത് അമ്മച്ചിയായിട്ട് നട്ട് പിടിപ്പിച്ചേക്കുന്നതാണ്. പപ്പയായിട്ട് നട്ട ഒരു 10-50 തേക്കോളം ഉണ്ട് അതിരുവഴിയല്ല. ഇവര് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നണം. തേക്ക് കണ്ട മാനുണ്ട്. നട്ടുപിടിപ്പിച്ചതാട്ടോ, അല്ലാണ്ട് ചുമ്മാ കിളിർത്തൊന്നും അല്ല. ഇവിടെ 2 സപ്പോർട്ട മരം ഉണ്ട്. ഇത് രണ്ടും അപ്പ നട്ടതാന്നാ പറഞ്ഞത്. ബഡ് തൈ മേടിച്ച് വെച്ചതാണ്. സപ്പോർട്ടയ്ക്ക് സത്യം പറഞ്ഞ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ തിന്നുന്നത് മനുഷ്യരല്ല. ആരാന്ന് പറഞ്ഞോ? കിളികൾ എന്ന് പറഞ്ഞാൽ എല്ലാ തരം കിളികളും സന്ധ്യയാകുമ്പോ കിളികളും അണ്ണാനും ഒക്കെ തിന്നും. നമ്മൾക്ക് കിട്ടാറില്ല. ഞാൻ എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള ഭാഗത്തേക്ക് ഒരു 3/4 മൂപ്പാകുമ്പോൾ കുറച്ചൊക്കെ കിട്ടും. അത് ആ തോട്ടിയും കൊണ്ട് പറിച്ചു കൂടെ വെച്ച് അപ്പം മധുരം കുറവായിരിക്കും. അത് പറിച്ചു വെച്ച് പഴിപ്പിക്കും. അല്ലാതെ മുകളിലേക്കുള്ളതെല്ലാം കിളി തിന്നുകൊണ്ട് പോവാം. പക്ഷെ എന്നതാണെങ്കിലും ഒരു പറമ്പിനൊരു അഴകല്ലേ ഇത്. പുറകുവശത്ത് പറഞ്ഞുണ്ട്. ഇത് റൗണ്ട് ഷേപ്പ് ഉള്ളതും അത് ഓവൽ ഷേപ്പ് ഉള്ളതും. ഞാൻ നട്ടതോ? നീ നട്ടത് കായുടെ ഏത്തക്ക. ബനാന ഷേപ്പ്. അത് മൊട്ടിട്ടു. നമുക്കൊന്ന് കാണിക്കാം. കഴിഞ്ഞ കൊല്ലം അപ്പൊ വെയിലുണ്ടോ അവിടെ? ഭയങ്കര വെയില്. വൈകുന്നേരം കാണിക്കാം. കഴിഞ്ഞ കൊല്ലം ഒരെണ്ണം ഉണ്ടായിട്ട് ഇങ്ങനെ കല്ലച്ച പോലെ പോയി. തിന്നാൻ പറ്റിയില്ല. പക്ഷെ ഒരെണ്ണം കാച്ചു കഴിഞ്ഞോല്ലോ. കാണിക്കാൻ കേട്ടോ. ബനാന സപ്പോട്ട. ശരിയാ. പോകാം. കാറ്റ് വന്നു അല്ലേ? ഇത് ബ്രൂ കോഫി അല്ല, അപ്പ കഴിക്കണത് ചായയാണ്. ഞാൻ കോഫി. മഴ വന്നേ. മഴ വന്നേ. ശരിക്കും മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും ഇത്തവണത്തെ വേനൽക്കാലത്ത്. കാരണം അറിയാലോ, ഭയങ്കര ചൂടും ഊഷ്ണവും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മഴ ഇങ്ങ് വന്നപ്പോൾ വന്ന ആശ്വാസം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ. ആ പുതുമണ്ണ് നനയുമ്പോൾ ഉള്ള മണവും ഒരു പ്രത്യേക ഫീലായിരുന്നു ഇത്തവണത്തെ മഴയ്ക്ക്. നല്ലോണം നനഞ്ഞു വരണതേ ഉള്ളൂ. ഇത്രയും ചൂടും ഉഷ്ണമൊക്കെ ആയതുകൊണ്ടേ നനവൊക്കെ അങ്ങ് പറ്റാനായിട്ട് ഒരുപാട് താമസം എടുക്കും. ഇതെങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യണേ? ഇത് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചു. അതെങ്ങനെയാ? യൂട്യൂബിൽ കണ്ടില്ലേ ക്ലീൻ ആയിട്ട്. ആദ്യം അപ്പം ഇത് തുടച്ചിട്ട് വേണോ ടൂത്ത് പേസ്റ്റ്? തുണി കൊണ്ടൊന്ന് തുടയ്ക്കും. എന്നിട്ട് പേസ്റ്റ് ചെറുതായിട്ട് ലേബലിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ തുടച്ചെടുക്കും. നനഞ്ഞ തുണി കൊണ്ട് തന്നെയാണ് തുടയ്ക്കും. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചെയ്യണോ? നല്ലതാ. ഇനി നമുക്ക് അപ്ഡേറ്റഡ്, അതായത് ക്ലീൻ ചെയ്തതിന് ശേഷം എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. അല്ല, ഇത് തന്നെ കാണിക്കാം ക്ലീൻ ചെയ്തതിന് ശേഷേ. ഇപ്പൊ നല്ല അടിപൊളിയായല്ലോ. നല്ല ക്ലീനായി. ആദ്യം നനഞ്ഞ ക്ലോത്ത് കംപ്ലീറ്റ് ഒന്ന് തൂക്കണം. എന്നിട്ട്
ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്യണം വളരെ നേർത്ത ഇതിൽ. എന്നിട്ട് ആ നനഞ്ഞ തോർത്തുകൊണ്ട് തന്നെ പിഴിഞ്ഞിട്ട് അങ്ങ് തുടയ്ക്കുക. വേണമെങ്കിൽ അങ്ങനെ തോർത്തുകൊണ്ട് ഒന്നുകൂടെ തുടച്ചേക്കാം. അതൊരു ബ്രാൻഡ് ന്യൂ ലുക്ക് വരും. ഇത് ബെറ്റർ ഡൂയിങ് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. ലാസ്റ്റ് ഷോക്ക് അടിച്ചു എന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതി പറഞ്ഞു എന്നുള്ളൂ, ഫോളോ ചെയ്യാൻ ഒരിക്കലും പറഞ്ഞതല്ല. എപ്പോഴും വളരെ 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 കെയർഫുൾ ആയിരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒത്തിരി ചിന്തിച്ചേ പറ്റും. അങ്ങനെ വെളാമീനൊരു ഈ വൈറ്റിഷ് കളറാണല്ലോ വരേണ്ടത്. എന്താണാവോ ഇങ്ങനെ ഈ കളർ അല്ലേ? അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട മീനായ വെളാമീൻ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുവാണ്. ക്ലീനൊക്കെ ചെയ്ത് ഇനി വറക്കണം. ക്ലീനൊക്കെ ചെയ്ത് ഇനി അരപ്പ് വെട്ടി കുറെ നേരം ഇരിക്കണം. അതിന്റെ ഇടയ്ക്ക് ഇതേ കപ്പ പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. കപ്പയും മീനും ആണോ ഇന്ന്? അല്ല, ഇന്ന് പുഴുങ്ങാനാ. ഇന്ന് കപ്പയും മീൻ വറുത്തതും എനിക്ക് ഇല്ലേ? വീണ്ടും മഴ പെയ്യാനായിട്ട് വെമ്പി നിപ്പുണ്ട്. പെയ്യുമോ എന്ന് നമുക്കറിയില്ല കേട്ടോ. സാധനങ്ങളൊക്കെ എണ്ണ വലിയ വെച്ചേക്കണം. 2-3 വർഷം മുമ്പ് നമ്മൾ കുഞ്ഞായിരുന്നു അന്ന് നട്ടപ്പോൾ ദേ കുടംപുളിയിട്ടാ. ഇപ്പോൾ ദേ മുളയൊക്കെ പൊട്ടി വലുതായിട്ടുണ്ട്. നമ്മളങ്ങനെ പ്രത്യേകിച്ച് ശുശ്രൂഷ ഒന്നും ഇതിന് ചെയ്തിട്ടില്ല, പക്ഷെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ദേ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അതിനകത്ത് ഇങ്ങനെ മുളയൊക്കെ പൊട്ടി ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നല്ല രസമാണ്. നമ്മുടെ ബനാന സപ്പോട്ട ഈ വർഷം കാച്ചിട്ടുണ്ടെന്ന് അപ്പോൾ പറഞ്ഞ്. അപ്പോൾ നമുക്ക് അവൻ്റെ ചോട്ടിലൊന്ന് പോയി നോക്കാം. അതെ, ഇതാണ് നമ്മുടെ ബനാന സപ്പോട്ടയുടെ തയ്യ്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് കായ പിടിച്ചേക്കണേന്ന്. അതെ, ഇതൊക്കെ കായ പിടിച്ചേക്കണേൻ്റെ ആണ്. ഇത് ഫ്ലവർ ആവുന്നതിൻ്റെ ആണ് കേട്ടോ. ഇതൊക്കെ ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നതാണ്. കുറേ മുട്ടിട്ടിട്ടുണ്ട്. എന്തായാലും നന്നായി. ഇക്കുറി ഇത് ബനാന സപ്പോട്ട ആകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കണ്ടോ, ഇതൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ മുട്ടുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം ഉണ്ടാവും ഇവൻ്റെ പരിപാടിയൊന്ന്. വേഗം കായ്ക്കിട്ടടാ. വി ആർ വെയിറ്റിംഗ്. വേഗം കായ്ക്കേ. ഇടി നന്നായിട്ട് കുടുങ്ങുന്നുണ്ട്. അടുത്ത ഒരു ഗംഭീര മഴ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മള്, എനിക്കാണെങ്കിൽ അത്രയും വേണ്ട കേട്ടോ. 3 മതി. മതി, അത് മതി. അമ്മ കഴിച്ചോണ്ടാ നടക്കണേ. എനിക്ക് കുളിക്കണം. ചമ്മന്തി എടുത്തോണ്ട് വന്നിട്ട് കാണിക്കാം. ഉച്ചക്ക് ചോറിനുണ്ടാക്കിയ മുളക് ചമ്മന്തി. അതെ അതെ അതെ, കൂട്ടി കഴിച്ചോട്ടോ. കിടില സാധനമാണ്, പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോ. എന്റെ മുഖത്ത് പിടിക്കരുത്, അപ്പടി വേർപ്പ. കുളിക്കാൻ പോവാ. വേറൊന്നും പ്രേക്ഷകർ വിചാരിക്കരുത്. കുളിക്കാൻ പോവാ, അതുകൊണ്ടാ. ഓക്കെ. മലയാളികളുടെ ഒരു വികാരമാണ് ഈ കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒട്ടും അതിശോക്തിയല്ല. അപ്പോൾ ഒരു ഇച്ചിരി ചമ്മന്തി, അത് മഴ വന്നുണ്ട്. മഴ വന്നതിന് മുമ്പ് തന്നെ നമ്മളിത് കഴിക്കുക. ചമ്മന്തി ശരിക്കും ഇത്രയും ലിക്വിഡി അല്ല, പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഇത്. ഉപ്പും മുളകും പുളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചാറ് കറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലിക്വിഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നണേ. അപ്പോൾ അല്ലെങ്കിൽ ഇത്രയും ചമ്മന്തി ലിക്വിഡി ആക്കാറില്ല. അതെ 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 അതെ. ഇനി അങ്ങ് കഴിക്കുക. നല്ല മഴയത്തൊരു ചൂട് കട്ടനും. ആഹാ, അന്തസ്. കപ്പയുടെ ചമ്മന്തിപ്പുളി എനിക്കിഷ്ടാട്ടോ അത്. കുറച്ചേരം മുമ്പ് കണ്ടത് വെളാമീൻ വറക്കണതാ. ക്ലീൻ ചെയ്ത് അരപ്പൊക്കെ പെരട്ടി. ഉച്ചയ്ക്ക് വെളാമീൻ വറുത്തത് കുഞ്ഞു പീസുകളായിരുന്നു. വൈകിട്ട് അപ്പ ഉച്ചയായപ്പോ ഫ്രഷ് മീൻ സ്ലൈസ് ചെയ്ത് കൊണ്ടുവന്നു. അതിൽ നിന്ന് മുഴുത്ത നുറുക്ക് ആ രീതിയിൽ തന്നെ നുറുക്കുകൾ എടുത്ത് വറക്കാൻ വെച്ചേക്കാം. ഇനിയിപ്പൊ നാളെ ബാലൻസ് ഇരിക്കണ വെക്കും കേട്ടോ. നിങ്ങളെന്താ വെളാമീൻ എപ്പോഴും കാണിക്കണേന്ന് പലർക്കും വീഡിയോസിൽ തോന്നാറുണ്ടാവും. കാരണം വെളാമീൻ ഭയങ്കര ഫേവറേറ്റ് അമ്മയ്ക്ക്. അതെ, ഓക്കെ, ബൈ ബൈ. മഴ പെയ്യുന്നു. ബ്രൂ അടുപ്പത്ത. ബ്രൂവിനുള്ള പാല് തിളപ്പിക്കാൻ വെച്ചിരിക്കണം. ഓഫ് ചെയ്യട്ടെ, അത് അടയ്ക്കട്ടെ. ഓക്കെ.